ആർ ജെ ഡി പ്രതിനിധി കൂടി ശ്രീ ഡോക്ടർ വർഗീസ് ജോർജ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വർഗീസ് ജോർജ്, വളരെ ആവേശത്തോടെ ഇപ്പോൾ എക്സിറ്റ് പോളുകൾ വന്നപ്പോൾ പോലും അതിനെ മറികടക്കുന്ന നിലയിൽ തന്നെയായിരിക്കും ഫലം വരിക. ഇന്നലെ വരെ വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് മഹാസഖ്യവുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ പ്രതികരിച്ചത്. പക്ഷേ ഇന്ന് വരുമ്പോൾ പ്രതീക്ഷിച്ചതിലും ഇങ്ങനെ ഒരു തകർച്ചയിലേക്ക് പോകും. പ്രത്യേകിച്ചും ആർ ജെ ഡിയുടെ സീറ്റുകൾ അപ്പാടെ ജെ ഡി യു കൊയ്തെടുത്തു കൊണ്ടുപോകുന്ന പോലെയാണ്. തേജസ്വി യാദവ് പോലും ജയിക്കാനായി കഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്കൊക്കെ പോകുന്നത്. തേജസ്വി തന്നെയാണ് അവിടെ ലീഡ് ചെയ്തിരുന്ന പ്രചാരണത്തെ. രാഹുൽ ഗാന്ധി ഇടയ്ക്കൊക്കെ വന്നു പോയെങ്കിലും തേജസ്വി തന്നെയായിരുന്നു പ്രധാനപ്പെട്ട ആൾ. അപ്പോൾ തേജസ്വിയുടെ മികവിൽ മഹാഗഡ്ബന്ധൻ മുന്നോട്ട് പോകുമെന്നൊക്കെ കരുതിയെടുത്ത് എന്തുകൊണ്ടാണ് ആർ ജെ ഡിക്ക് ഇത്ര വലിയ ഒരു തകർച്ചയിലേക്ക് പോയതെന്നാണ് പാർട്ടി എന്ന നിലയിൽ അങ്ങേക്ക് ബോധ്യപ്പെടുന്നത്? ആർ ജെ ഡിക്ക് അപ്രതിഹിതമായ ആഘാതമാണ് ഉണ്ടായെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വളരെ മോശം പെർഫോമൻസ് തന്നെയാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ ആവശ്യമാണ്. എനിക്ക് തോന്നുന്നു ഈ സോഷ്യലിസ്റ്റ് പോളിറ്റിക്സ് തന്നെ ഒരു പ്രതിസന്ധിയിലായിട്ട് നിൽക്കുകയാണ്. ബീഹാറിലായിരുന്നു ഏറ്റവും വലിയ ആർ ജെ ഡിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ 22% വോട്ട് അവർക്കുണ്ടായിരുന്നു. 76 MLA-മാരുണ്ടായിരുന്നു. പിന്നീട് ആർ ജെ ഡി ഉള്ളത് ജാർഖണ്ഡിലാണ്. അവിടെ മന്ത്രിസഭയിലുണ്ട്, 5 MLA-മാരുണ്ട്, കേരളത്തിലുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും ബി ജെ പിയുടെ ഈ ഒരു ഹെജിമണിയെ നേരിടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും സോഷ്യലിസ്റ്റ് പോളിറ്റിക്സിൻ്റെ ഒരു പുനരേകീകരണത്തെക്കുറിച്ച് വളരെ കാര്യമായിട്ട് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ബീഹാറിലെ ആർ ജെ ഡിയും ഉത്തർപ്രദേശിലെ മുലായം സിംഗ് യാദവിൻ്റെ അഖിലേഷ് യാദവിൻ്റെ പാർട്ടി, കർണാടകത്തിലെ നവീൻ പാർട്ടി, കേരളത്തിലെ JDS ആർ ജെ ഡി, ഈ പാർട്ടികളുടെ ഒരു പുനരേകീകരണം, ഒരു റിയലൈൻമെൻറ്റിൽ കൂടി മാത്രമേ സോഷ്യലിസ്റ്റ് പോളിറ്റിക്സിൻ്റെ ഒരു റിവൈവൽ. ശ്രീ വർഗീസ് ജോർജ്, അതെന്തുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ഒരു പുതിയ രീതിയിലേക്ക് കടക്കാൻ എന്തുകൊണ്ടാണ് ഈ കാലതാമസം? ഇപ്പോൾ ഇത് ഇന്നലെയും ഇനിയൊന്നും പ്രഖ്യാപിച്ചതല്ല, ഇതിന് മുൻപ് തന്നെ പലയിടത്തും തിരിച്ചടികൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പും എല്ലാം കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് ഒരു കൂട്ടുത്തരവാദിത്തോടുകൂടി മുന്നോട്ട് പോകുന്നതിലെ പാളിച്ചയാണോ, അതോ രാഹുൽ ഗാന്ധി വോട്ട് ചോരി എന്നൊക്കെ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ അപ്പാടെ ജനങ്ങൾ വിശ്വസിച്ചതാ ഞങ്ങളുടെ പക്ഷത്തേക്ക് വോട്ട് ചെയ്യുമെന്നതാണോ? ഒപ്പം തന്നെ ജംഗിൾ രാജ് എന്ന ഇതിനെ വീണ്ടും പ്രധാനമന്ത്രി തന്നെ ലാലുവിൻ്റെ കാലത്ത് ജംഗിൾ രാജിനെയൊക്കെ വീണ്ടും ആളുകളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ആളുകൾക്ക് ആ ഓർമ്മയും വിട്ടുപോയിട്ടില്ല എന്നതുകൂടി പരിഗണിക്കണം. ജംഗിൾ രാജിൻ്റെ കാര്യം വേറൊരു വിഷയമാണ്. കാരണം ജംഗിൾ രാജ് BJP ഒരാഖ്യാനമായിട്ട് തുടങ്ങിയത് ഈ ബാബറി മസ്ജിദ് കാലഘട്ടത്തിലാണ്. അത് BJPയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ LK അദ്വാനി രാമശില ഘോഷയാത്രയുമായിട്ട് ബാബറി മസ്ജിദ് തകർക്കാൻ വന്നപ്പോൾ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഇന്നത്തെ ഞങ്ങളുടെ പാർട്ടി പ്രസിഡന്റ് ലാലു പ്രസാദ് യാദവ് LK അദ്വാനിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. അങ്ങനെയാണ് ബാബറി മസ്ജിദ് സംരക്ഷിച്ചത്. അന്ന് മുതലാണ് ഇവർ ലാലു പ്രസാദ് യാദവിനെ വെറുക്കാൻ തുടങ്ങിയത്. അതിനുശേഷം 6 വർഷം അദ്ദേഹത്തെ ജയിലിലിട്ടും അദ്ദേഹം കീഴടങ്ങിയില്ല. അപ്പോൾ ജംഗിൾ രാജ് എന്ന് പറയുന്ന ഇവർ നടത്തിയ ഒരു ആഖ്യാനമാണ്. മാത്രമല്ല ബീഹാറിലെ ദളിതുകൾ, പാവപ്പെട്ടവർ, ആദിവാസികൾ അവർക്കൊന്ന് എഴുന്നേറ്റ് സംസാരിക്കാനൊന്നും അവകാശമില്ലായിരുന്നു. അവർക്കൊരു സെൽഫ്ഹുഡ്, ആത്മബലമൊക്കെ കൊടുത്തത് ലാലു പ്രസാദ് യാദവാണ്. അവിടെ ഭൂവുടമകൾക്ക് പഴയതുപോലെ അവരെ വെടിവെച്ച് കൊല്ലാനും ബൂത്ത് പിടിക്കാനും ഒന്നും കഴിയാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് BJP സ്നേഹിതന്മാർ ഇത് ജംഗിൾ രാജാണ്, കാട്ടുകള്ളന്മാരുടെ ഭരണമാണ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയത്. അതിൻ്റെ ഒരു പോളിറ്റിക്സ്, യഥാർത്ഥമായ പോളിറ്റിക്സ് മനസ്സിലാക്കാതെ പറഞ്ഞത്. പക്ഷേ അതുകൊണ്ടൊന്നും ഞങ്ങളുടെ പരാജയത്തെ ഞങ്ങൾ ന്യായീകരിക്കാനല്ല ഞാൻ ശ്രമിക്കുന്നത്. ഞങ്ങളുടെ ഇതൊരു ഭയങ്കരമായ പരാജയമാണെന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ആരെ വെച്ചാണോ, ആരെ ഉപയോഗിച്ചാണോ, ആരായിരുന്നോ മുഖം, RJDയുടെ മുഖം ആരായിരുന്നോ ആ മുഖം ജയിക്കുമോ എന്ന് പോലും സംശയമാണ്. ഇപ്പോഴും പിന്നിലാണ് തേജസ്വി യാദവ്. അതെന്നാന്നറിയാം, അവിടെ ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് അതിന് RJD ഒഴിച്ച് ബാക്കി വോട്ടുകൾ മൊബിലൈസ് ചെയ്ത് കൊണ്ടുവരാനുള്ള പാർട്ടികൾ വളരെ കുറവായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഞാൻ കുറച്ച് കാണുന്നതല്ല. ഞങ്ങളുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനേക്കാൾ മോശം പെർഫോമൻസാണ് ഞങ്ങളുടെ പാർട്ടി നടത്തിയത്. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അവിടെ 79% വോട്ട് മാത്രമേ ഉള്ളൂ. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വൻതോതിലൊരു മൊബിലൈസേഷൻ അവിടെ സാധിക്കുന്നില്ല. പിന്നീട് അവിടെ ലെഫ്റ്റ് പാർട്ടീസ്, അത് നമുക്കറിയാമല്ലോ, അവർക്ക് വളരെ കുറച്ച് കോൺസ്റ്റിറ്റ്യുവൻസീസേ ഉള്ളൂ. പക്ഷെ മറുവശത്ത് ഒരു ഫോർമഡബിൾ കോയിലീഷനായിരുന്നു. ദളിതുകളെ റെപ്രസെൻ്റ് ചെയ്യുന്ന അത് പസ്വാൻ്റെ പാർട്ടി, എക്സ്ട്രീംലി ബാക്ക്വേർഡ് ക്ലാസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന JDU, ഹൈ കാസ്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന BJP. അതൊരു വലിയ ഫോർമഡബിൾ കോയിലീഷനായിരുന്നു.